പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇഹലോകവാസവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രേക്ഷകരെ ഷെക്കേന ന്യൂസ് ഇന്ന് കൊണ്ടുപോവുകയാണ്. തുർക്കിയിലെ പൗരാണിക നഗരമായ എഫേസോസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഹൗസ് ഓഫ് ദി വിർജിൻ മേരി തീർത്ഥാടന കേന്ദ്രം. പുരാതന നഗരമായ എഫേസോസിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായും ആധുനിക തുർക്കി നഗരമായ സെൽജുക്കിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായുമാണ് പരിശുദ്ധയമ്മ ജീവിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും ഏകദേശം 10 ലക്ഷത്തോളം പേരാണ് ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. ഈശോയുടെ കുരിശുമരണം സംഭവിച്ച് 6 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ യോഹന്നാനോടൊപ്പം എഫേസോസിൽ എത്തിച്ചേർന്നത് എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. പരിശുദ്ധയമ്മ തന്റെ സ്വർഗാരോപണത്തിനു മുമ്പുള്ള അവസാന വർഷങ്ങൾ ചെലവഴിച്ച ഭവനം ഇന്ന് ഒരു ചാപ്പലാണ്. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ ആ പുണ്യഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ അനുഭവം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. 19-ാം നൂറ്റാണ്ടിൽ വാഴ്ത്തപ്പെട്ട മിസ്റ്റിക്കായിട്ടുള്ള കാതറിൻ എമറിച്ചിന് കിട്ടിയ ആ ഒരു വെളിപാടിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭവനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതും പിന്നീട് ഈ ഒരു ഭവനത്തിൻ്റെ സ്ഥാനത്ത് ഒരു ചാപ്പൽ പണി കഴിപ്പിക്കപ്പെടുന്നതും. നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്നതും അജ്ഞാതവുമായിരുന്ന പരിശുദ്ധ അമ്മ ജീവിച്ച ഈ ഭവനം 19-ാം നൂറ്റാണ്ടിൽ കണ്ടെത്താനായതിനു പിന്നിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഭവനത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഉൾപ്പെടെ കന്യകാമറിയത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച ദർശനങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു കാതറിൻ ആൻഡ് എമറിച്ചിന്റെ രചനകൾ. ഈ രചനകൾ വായിക്കാനിടയായ മരിയ ഭക്ത കൂടിയായ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സന്യാസ സമൂഹാംഗമായ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ മേരി ഡി മാൻഡാറ്റ് ഗ്രാൻസിക് പരിശുദ്ധ കന്യകാമറിയം താമസിച്ചിരുന്ന വീട് കണ്ടെത്തി സംരക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. 4 ഭിത്തികൾ മാത്രമുള്ള മേൽക്കൂരയില്ലാത്ത ഭവനത്തിന്റെ അവശേഷിപ്പുകളാണ് സിസ്റ്റർ മേരി ഡിസിയും സംഘവും 1891 കണ്ടെത്തിയത്. 1951 പരിശുദ്ധ കന്യകാമറിയം ജീവിച്ചിരുന്ന ഭവനത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നത്.